2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം അധ്യായം 17 നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം: ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആർ മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ഡാഷ്. ഉത്തരം: ദുരിതം. രണ്ടാമത്തെ ചോദ്യം: ഈ ചെറിയ വിരൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം: എന്തിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഈ ചെറിയ വിരൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത്. നാലാമത്തെ ചോദ്യം: നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യാനാണ് യേശു ശിഷ്യരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അവനെ ശാസിക്കുക. അഞ്ചാമത്തെ ചോദ്യം: നിന്റെ സഹോദരൻ തെറ്റു ചെയ്തു പശ്ചാത്തപിച്ചാൽ അവനോട് എന്തു ചെയ്യാനാണ് യേശു ശിഷ്യരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അവനോട് ക്ഷമിക്കുക. ആറാമത്തെ ചോദ്യം: ദിവസത്തിൽ 7 പ്രാവശ്യം സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും എന്തു പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: 7 പ്രാവശ്യവും തിരിച്ചുവന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ. ഏഴാമത്തെ ചോദ്യം: സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും തിരിച്ചുവന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ക്ഷമിക്കണം. എട്ടാമത്തെ ചോദ്യം: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞതാര്? ഉത്തരം: അപ്പസ്തോലന്മാർ. ഒൻപതാമത്തെ ചോദ്യം: നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: കടുകുമണിയോളം. പത്താമത്തെ ചോദ്യം: അപ്പസ്തോലന്മാർ എന്തു പറഞ്ഞപ്പോഴാണ് കർത്താവ് നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. 11ാമത്തെ ചോദ്യം: നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഒരു കടുകുമണിയോളം. 12ാമത്തെ ചോദ്യം: നിങ്ങളുടെ ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. 13ാമത്തെ ചോദ്യം: വയലിൽ നിന്ന് തിരിച്ചു വരുന്ന ഭൃത്യനോട് എന്നെ എങ്ങനെ പരിചരിക്കുക എന്നാണ് നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. 14ാമത്തെ ചോദ്യം: ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് എന്ത് ചെയ്യാം എന്നാണ് വയലിൽ നിന്നും തിരിച്ചു വരുന്ന ഭൃത്യനോട് നിങ്ങൾ പറയുക എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: തിന്നുകയും കുടിക്കുകയും ചെയ്യാം. 15ാമത്തെ ചോദ്യം: കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിനു ശേഷം എന്തു പറയാനാണ് കർത്താവ് ദാസന്മാരോട് പറഞ്ഞത്? ഉത്തരം: ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന്. 16ാമത്തെ ചോദ്യം: യേശു സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോകുമ്പോൾ പ്രവേശിച്ച ഗ്രാമത്തിൽ യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചതാര്? ഉത്തരം: 10 കുഷ്ഠരോഗികൾ. 17ാമത്തെ ചോദ്യം: ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനെ കണ്ട 10 കുഷ്ഠരോഗികൾ സ്വരമുയർത്തി അപേക്ഷിച്ചതെന്ത്? ഉത്തരം: യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ. 18ാമത്തെ ചോദ്യം: എവിടേക്കുള്ള യാത്രയിൽ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നുപോയപ്പോഴാണ് ഒരു ഗ്രാമത്തിൽ 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത്? ഉത്തരം: ജെറുസലേമിലേക്കുള്ള. 19ാമത്തെ ചോദ്യം: ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഏതെല്ലാം പ്രദേശങ്ങൾക്ക് മധ്യേ കടന്നുപോയപ്പോഴാണ് ഒരു ഗ്രാമത്തിൽ കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത്? ഉത്തരം: സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ. 20ാമത്തെ ചോദ്യം: യേശുവിനെ കണ്ടപ്പോൾ സ്വരമുയർത്തി യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചതാര്? ഉത്തരം: 10 കുഷ്ഠരോഗികൾ. 21ാമത്തെ ചോദ്യം: 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ സ്വരമുയർത്തി യേശുവിനെ അഭിസംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം: യേശുവേ ഗുരു. 22ാമത്തെ ചോദ്യം: 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ സ്വരമുയർത്തി യേശുവിനോട് അപേക്ഷിച്ചതെന്ത്? ഉത്തരം:
ഞങ്ങളിൽ കനിയണമേ. 23-ാമത്തെ ചോദ്യം, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ച 10 കുഷ്ഠരോഗികളോട് യേശു പറഞ്ഞതെന്ത്? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. 24-ാമത്തെ ചോദ്യം, 10 കുഷ്ഠരോഗികളോട് യേശു പോയി നിങ്ങളെ തന്നെ ആർക്കു കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്? ഉത്തരം പുരോഹിതന്മാർക്ക്. 25-ാമത്തെ ചോദ്യം, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിനെന്ന് 10 കുഷ്ഠരോഗികളോട് പറഞ്ഞതാര്? ഉത്തരം യേശു. 26-ാമത്തെ ചോദ്യം, യേശു പറഞ്ഞതനുസരിച്ച് എവിടേക്ക് പോകും വഴിയാണ് കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത്? ഉത്തരം പുരോഹിതന്മാരുടെ അടുക്കലേക്ക്. 27-ാമത്തെ ചോദ്യം, 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ എപ്പോഴാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത്? ഉത്തരം താൻ രോഗവിമുക്തനായി എന്നുകണ്ട്. 28-ാമത്തെ ചോദ്യം, താൻ രോഗവിമുക്തനായി എന്നുകണ്ട 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ എപ്രകാരമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നത്? ഉത്തരം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. 29-ാമത്തെ ചോദ്യം, രോഗവിമുക്തനായ 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ എപ്രകാരമാണ് യേശുവിന് നന്ദി പറഞ്ഞത്? ഉത്തരം കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച്. 30-ാമത്തെ ചോദ്യം, സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞതാര്? ഉത്തരം സമരിയാക്കാരൻ. 31-ാമത്തെ ചോദ്യം, സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ സമരിയാക്കാരനോട് യേശു ചോദിച്ചതെന്ത്? ഉത്തരം 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 32-ാമത്തെ ചോദ്യം, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ യേശുവിന് നന്ദി പറയാനായി വന്ന സമരിയാക്കാരനോട്. 33-ാമത്തെ ചോദ്യം, സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ യേശുവിന് നന്ദി പറയാനായി വന്ന സമരിയാക്കാരനെ യേശു വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം വിജാതീയൻ. 34-ാമത്തെ ചോദ്യം, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഉത്തരം ഫരിസേയർ. 35-ാമത്തെ ചോദ്യം, എപ്രകാരമല്ല ദൈവരാജ്യം വരുന്നത് എന്നാണ് യേശു ഫരിസേയർക്ക് മറുപടി നൽകിയത്? ഉത്തരം പ്രത്യക്ഷമായ അടയാളങ്ങളോടു കൂടെയല്ല. 36-ാമത്തെ ചോദ്യം, പ്രത്യക്ഷമായ അടയാളങ്ങളോടു കൂടെയല്ല ഡാഷ് വരുന്നത്, ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ദൈവരാജ്യം. 37-ാമത്തെ ചോദ്യം, ദൈവരാജ്യം എവിടെയുണ്ടെന്നാണ് യേശു ഫരിസേയരോട് മറുപടിയായി പറഞ്ഞത്? ഉത്തരം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. 38-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം ശിഷ്യരോട്. 39-ാമത്തെ ചോദ്യം, ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ ഡാഷ്. ഉത്തരം മനുഷ്യപുത്രനും. 40-ാമത്തെ ചോദ്യം, ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും എന്നാണ് യേശുക്രിസ്തു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം നോഹയുടെ. 41-ാമത്തെ ചോദ്യം, നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ എപ്രകാരം കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും. 42-ാമത്തെ ചോദ്യം, ആരുടെ നാളുകളിലും അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ലോത്തിൻ്റെ നാളുകളിലും. 43-ാമത്തെ ചോദ്യം, ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്തെല്ലാം പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തീയും ഗന്ധകവും. 44-ാമത്തെ ചോദ്യം, ലോത്ത് എവിടെ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത്? ഉത്തരം സോതോമിൽ നിന്ന്. 45-ാമത്തെ ചോദ്യം, ഏതു ദിവസമാണ് പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് യേശു പറഞ്ഞത്? ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 46-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ വയലിലായിരിക്കുന്നവൻ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. 47-ാമത്തെ ചോദ്യം, തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും,
എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. അദ്ധ്യായം വാക്യം 17 അധ്യായം 33 വാക്യം.